ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന ശിവക്ഷേത്രത്തിലാണ്. നിങ്ങളെല്ലാവരും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ പൊതുവെ ശിവക്ഷേത്രങ്ങളിൽ ഒന്നോ രണ്ടോ ശിവലിംഗങ്ങളെ കാണാറുണ്ട്. പക്ഷെ ഈ ക്ഷേത്രത്തിൽ ഒന്നോ രണ്ടോ അല്ല, 1,00,00,000 ശിവലിംഗങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? കേട്ടത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പേര് കോടിലിംഗേശ്വരം എന്നാണ്. അതായത് 108 അടിയുള്ള ശിവലിംഗത്തിനെയാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. കണ്ടില്ലേ? അപ്പൊ ഈ ക്ഷേത്രം എവിടെയാണ്, ഐതിഹ്യവും ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും എന്തൊക്കെയാണെന്ന് എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. രാവിലെ ഒരു 8 മണിയാണ് ഇപ്പോൾ സമയം. അപ്പം കോലാറ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. അതുമാത്രമല്ല, നമ്മുടെ റോക്കി ബായുടെ KGF വഴിയാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിൽ മൊത്തം നമുക്ക് ഒത്തിരി പാറകളുടെ കുന്നാണ് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? കോലാറ് വഴി മൊത്തം നമുക്ക് ഇങ്ങനെയൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഏകദേശം ഒരു 10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ക്ഷേത്രം എത്തിയായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫുട്വെയർ സ്റ്റാൻഡ് ഉള്ളതാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാവുന്നതാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രി ഫീ 20 രൂപയാണ് അവർ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം ക്ഷേത്രത്തിനകത്ത് ചെല്ലാനായിട്ട്. അപ്പം ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കൂട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? അപ്പം ഇവിടെയാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെല്ലേണ്ടത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് ചെല്ലാം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്നതും നമുക്ക് എവിടെ നോക്കിയാലും ശിവലിംഗങ്ങളെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇത്രയേറെ ശിവലിംഗം നമുക്ക് ഈ ക്ഷേത്രത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യവും. ഈ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നത് കോലാറ് ഡിസ്ട്രിക്റ്റിലെ കമ്മസന്ദ്ര എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. പണ്ട് ഇവിടെ ഉണ്ടായ ഒരു ശിവഭക്തനായ സ്വാമിജിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ 1,00,00,000 ശിവലിംഗം പ്രതിഷ്ഠിപ്പിക്കണം എന്നതായിരുന്നു. അതിൻ്റെ തുടക്കമായിട്ട് ആ സ്വാമിജി ഇവിടെ ആദ്യത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചായിരുന്നു. അതിനുശേഷം പല ഭക്തന്മാരും കൂടി ദേശവിദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കാറുണ്ട്. ഈ കാണുന്നതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ ക്ഷേത്രം. ആദ്യം നമുക്ക് ഈ ക്ഷേത്രമാണ് ഇവിടെ വന്ന ഉടനെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഈ കാണുന്ന മരത്തിൽ ഒത്തിരി മഞ്ഞ ചരടും പിന്നെ തൊട്ടിലും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ആഗ്രഹം എന്താണോ അത് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ ആ കാര്യം നടക്കും എന്നതാണ് ഇവിടെയുള്ളവരുടെ ഒരു വിശ്വാസം. ഇവിടെ മെയിൻ ശിവക്ഷേത്രമുണ്ട് നമുക്ക് കാണാനായിട്ട്. അതുമാത്രമല്ല വേറെയും ഒത്തിരി ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ തൊഴാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും തൊഴുതിറങ്ങി. ഇപ്പം നമ്മൾ പോകുന്നത് 108 അടിയുള്ള ശിവലിംഗം കാണാനാണ്. അപ്പം ഇതുവഴിയാണ് നമ്മൾ പോവേണ്ടത്. എൻട്രൻസിൽ തന്നെ നമുക്ക് വിഘ്നേശ്വരൻ്റെ ഒരു വിഗ്രഹം കാണാൻ പറ്റും. കണ്ടില്ലേ? എവിടെ നോക്കിയാലും ശിവലിംഗവും പിന്നെ ശിവനാമം മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴും പല സ്ഥലത്തുനിന്ന് വരുന്ന ഭക്തന്മാർ ഇവിടെ ശിവലിംഗത്തിനെ പ്രതിഷ്ഠിക്കാറുണ്ട്. നമ്മളെ ഇഷ്ടസിദ്ധികാര്യം നടക്കാനായിട്ടും നടന്നവരും എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 6,000 തൊട്ടാണ് ശിവലിംഗം പ്രതിഷ്ഠിക്കാനായിട്ട് ചാർജ് ചെയ്യുന്നത്.
അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശിവലിംഗത്തിൻ്റെ വലുപ്പം തീരുമാനിക്കാവുന്നതാണ്. അപ്പം അതിനനുസരിച്ച് ചാർജും കൂടി വേരി ആവുന്നതായിരിക്കും. അതായത് 1980 ഞാൻ പറഞ്ഞ സ്വാമിജി ഇവിടെ ആദ്യത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. ഇപ്പം ഏകദേശം 90 ലക്ഷമാണ് ശിവലിംഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് 1 കോടി ശിവലിംഗം ഇനിയും ആയിട്ടില്ല. അതിനായിട്ട് ഇനിയും 10 ലക്ഷം ശിവലിംഗം കൂടി ബാക്കിയുണ്ട്. അപ്പം ദിവസേന ശിവലിംഗത്തിൻ്റെ കൗണ്ട് കൂടിക്കൊണ്ടേ ഉണ്ട്. വൈകാതെ തന്നെ 1 കോടിയായി മാറുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം. അതായത് 108 അടിയുള്ള വേൾഡ്സ് ലാർജസ്റ്റ് ശിവലിംഗമാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. കണ്ടില്ലേ എത്ര വലിയൊരു ശിവലിംഗമാണെന്ന്. ഈ ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടറായ സ്വാമി സാംബശിവമൂർത്തി കഴിഞ്ഞ 4 വർഷത്തിൽ 360 കപ്പിൾസിന് ഫ്രീ മാരേജ് നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി 108 അടിയുള്ള ശിവലിംഗത്തിൻ്റെ അടുത്ത് ചെല്ലാം. ആകാശം മുട്ടി നിൽക്കുന്ന ഈ ഒരു ശിവലിംഗം കാണുമ്പോൾ തന്നെ എന്തൊരു അത്ഭുതമാണെന്ന് ഇവിടെ വന്നാലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? അതുമാത്രമല്ല ശിവന്റെ വാഹനനായ വലിയൊരു നന്ദിയും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഈ വലിയ ശിവലിംഗത്തിൻ്റെ മുന്നേ ഒത്തിരി പേര് ഇങ്ങനെ നെയ്വിളക്ക് വെക്കുന്നുണ്ട്, ഹരിയും വെക്കുന്നുണ്ട്. കണ്ടില്ലേ? ശിവരാത്രിയിലായിരിക്കും ഇവിടെ ഏറ്റവും വലിയ പൂജ നടക്കുന്നത്. അതുമാത്രമല്ല ഈ 108 അടിയുള്ള ശിവലിംഗത്തിന് അഭിഷേകം കൂടിയായിരിക്കും ആ സമയത്ത് നടക്കുന്നത്. കാണാനായിട്ട് പല സ്ഥലത്തുനിന്നും പല ദേശത്തുനിന്നും ഇവിടേക്ക് ആളുകൾ വരാറുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സമയം. വീക്കെൻഡിലാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഒരു 3 മണിക്കൂറിൽ നമുക്ക് വരാവുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു ദിവസത്തെ അവധിയിൽ തന്നെ നമുക്ക് വന്നു പോകാവുന്നതാണ്. അപ്പം ഇതുവഴിയാണ് നമ്മൾ പുറത്തു പോകേണ്ടത്. പോകുന്ന വഴിയിലും അത്ര നമുക്ക് ഒത്തിരി ശിവലിംഗം കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? എണ്ണാൻ പോലും സാധിക്കാത്തത്രയാണ് ശിവലിംഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയേറെ ശിവലിംഗം കാണാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഒരു ദിവസം വരേണ്ടതാണ്. അപ്പം എക്സിറ്റിലും നമുക്ക് വീണ്ടും ഒരു വലിയ നന്ദിയും പിന്നെ ശിവലിംഗവും കൂടി കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ശിവക്ഷേത്രം മാത്രമല്ല വേറെയും ഒത്തിരി ക്ഷേത്രം കാണാൻ പറ്റുന്നതാണ്. അതായത് രാമ, ലക്ഷ്മണൻ, സീതാദേവി, പഞ്ചമുഖ ഗണപതി, ഹനുമാൻ സ്വാമിയുണ്ട്. അങ്ങനെ വേറെയും ഒത്തിരി ക്ഷേത്രങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? 9 മില്യൺ ശിവലിംഗമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി 1 മില്യൺ ശിവലിംഗം കൂടി ആയാൽ, അതായത് 10 ലക്ഷം ശിവലിംഗം കൂടി കഴിഞ്ഞാൽ 1 കോടി ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കണം എന്നാഗ്രഹിച്ചിരുന്ന സ്വാമിജിയുടെ ആഗ്രഹമാണ് നിറവേറാൻ പോകുന്നത്. അപ്പം വൈകാതെ തന്നെ അത് നിറവേറുന്നതായിരിക്കും. കണ്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് കോടിലിംഗേശ്വരം എന്ന് അന്ന് തന്നെ പേര് വന്നത്. ഇവിടെ പ്രതിഷ്ഠിച്ച ചില ശിവലിംഗങ്ങളിൽ നമുക്ക് പ്രതിഷ്ഠിച്ചവരുടെ പേരും പിന്നെ സ്ഥലവും കൂടി അറിയാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? ഇതുപോലെ ആയിരിക്കും. അപ്പം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് മുന്നേ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെ നിങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്കിനി എക്സിറ്റ് ആവാം. ഇതുവഴിയാണ് എക്സിറ്റ്.
അപ്പം എക്സിറ്റ് ആയ ഉടനെ നമുക്കിതുപോലെ ഒത്തിരി കടകൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ശിവനും പിന്നെ ശിവലിംഗത്തിൻ്റെയൊക്കെ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ പലഹാരങ്ങളും കിട്ടുന്നതാണ്. ഇപ്പം കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഇതുപോലെയുള്ള കടകൾ കാണാൻ പറ്റും. നല്ല ആൻറ്റിക്കിൻ്റെ ചില ഐറ്റംസൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഇതേ കണ്ടില്ലേ ആരാ നിൽക്കുന്നതെന്ന്? നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പം ഗാന്ധിജിയുടെ വേഷമിട്ടിട്ട് ഒരാളിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പാവം ഒത്തിരി നേരമായി അവരവിടെ നിൽക്കുന്നു. അപ്പം ഇതുപോലെയുള്ളവരെ നിങ്ങളും കാണുകയാണെങ്കിൽ നിങ്ങളിലാവുന്ന സഹായം ചെയ്യുക. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കാണാനായി ഞങ്ങളുടെ വീഡിയോസ് കാണുക. മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കൂടെ നിങ്ങളെയും ആണ് കൊണ്ടുപോകുന്നത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.